എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ് ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ് പാസ്സായ ഒരു കുട്ടി എങ്ങനെയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ആയത്. സോ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ഒരിക്കലും ലൈഫ് ലോങ് ഹിയറിംഗ് ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ളൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഹിയറിംഗ് ലോസ് നമുക്ക് പിന്നീട് ലൈഫിൽ ഉണ്ടാകുന്നതിന് പല പല റീസൺസ് ഉണ്ട്. അത് മേ ബി ചിലപ്പോൾ റെക്കറൻ്റ് ആയിട്ട് നമ്മളെ ഇയേഴ്സിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം കുഞ്ഞ് എത്രത്തോളമാണ് ലൗഡ് സൗണ്ട്സിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം ഈ ഹിയറിംഗ് ലോസിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്ന് കുഞ്ഞ് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്ക് ഒരു ഹിയറിംഗ് ലോസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടി നമ്മൾ പറയുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കുറവാണ്, അല്ലെങ്കിൽ ദൂരെ നിന്ന് വിളിക്കുമ്പോൾ പോലും വിളി കേൾക്കുന്നില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിക്കേണ്ടി വരുന്നു കുഞ്ഞിൻ്റെ അടുത്ത്, ടി വി ബാക്ക്ഗ്രൗണ്ടിലുള്ളപ്പോഴും കുഞ്ഞ് നമ്മുടെ സ്പീച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു, അതുപോലെ തന്നെ കുഞ്ഞ് മിനിമൽ സൗണ്ട്സിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, വലിയ സൗണ്ട്സിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഭയങ്കര വലിയ സൗണ്ട്സിന് പോലും കുഞ്ഞ് വളരെ കുറച്ച് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ കുഞ്ഞിൻ്റെ സംസാരം കുറച്ച് ലേറ്റ് ആവുന്നു. അതായത് കുഞ്ഞ് പെട്ടെന്ന് ഇപ്പം ബബ്ബ മമ്മമ്മ അങ്ങനെയുള്ള നോർമൽ 6 മാസത്തിൽ ചെയ്യുന്ന കുട്ടികളെ പോലെ ബാബിൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 1 ഇയർ ആയിട്ടും സംസാരിച്ചൊന്നും തുടങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡോണ്ട് ഡിലേ, എന്ത് ചെയ്യുക, വേഗം തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നോക്കാം.